കാരണം സാധാരണ നമ്മൾ രാജ്യങ്ങൾക്ക് ഭക്ഷ്യ വസ്തുക്കളൊക്കെ കൊടുക്കാറുണ്ട് ആവശ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ കയറ്റുമതിയൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് നമ്മൾ വിത്ത് കയറ്റി അയക്കുന്നു എന്ന് പറയുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് വിത്ത് കയറ്റി അയക്കുന്നു. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കയറ്റി അയക്കുന്നെന്ന് പറയുന്നതിൽ പ്രായോഗികമായ ഒരു പെശകുണ്ട്. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ അവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എന്നുകൂടിയുണ്ട്. അതല്ല, സൗജന്യമായിട്ട് കൊടുക്കുക, ദാനം ചെയ്യലാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു തുടങ്ങിയതിൽ കാര്യമാത്ര പ്രസക്തമായൊരു സംഗതിയുണ്ട്. ഇപ്പോൾ അവശത അനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഇതേപോലെ സൗജന്യമായി കൊടുക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ പൂർവ്വകാലത്ത് നമ്മൾ ഇത്തരം സാമ്പത്തികമായി അസ്ഥിരമായിരുന്ന സമയത്ത് നമ്മുടെ അംഗൻവാടികൾ വഴി ഇതേപോലെ ഭക്ഷ്യവിതരണങ്ങൾ നടന്നത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇതേപോലെ സമാനമായി അവശതയുള്ള രാജ്യങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ട് പലരും ചെയ്യുന്നുണ്ട്, പല രാജ്യങ്ങളും ഇന്ത്യ അടക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു ദൂഷ്യവശം കൂടിയുണ്ട്. ആ രാജ്യം ഒരിക്കലും സ്വയം പര്യാപ്തമാവില്ല. നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നത് പട്ടിണിക്കോലങ്ങളായ കുറേ മനുഷ്യരാണ്. അന്നു മുതൽ ഇന്ന് വരെ അതിനൊരു മാറ്റമില്ല. അതിൻ്റെ കാരണം അവർ ഈ ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്നതും കാത്ത് നിൽക്കാൻ തുടങ്ങിയത് കാലങ്ങളായി. അവരുടെ രീതി അതായിപ്പോയി. സ്വന്തമായി ഇതൊക്കെ നിർമ്മിച്ചെടുക്കണമെന്നുള്ള ബോധം ഇല്ല. കാര്യം കിട്ടുന്നുണ്ടല്ലോ, ക്യൂ നിന്ന് വാങ്ങിയാൽ മാത്രം മതി എന്നൊരു ചിന്താഗതി ഉണ്ടായേക്കാം. ആ രീതിയിൽ ഇത്തരം രാജ്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ മറ്റ് കാര്യങ്ങളിൽ ഇടപെടാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ഇതിനെ മാറ്റിയിട്ടും ഉണ്ടാകാം. ഞങ്ങൾ സൗജന്യമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ ഇന്ന ആവശ്യങ്ങൾ നിറവേറി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം രാജ്യങ്ങൾ അതിനെ വഴങ്ങുന്നുണ്ടാവാം. പക്ഷേ ഇന്ത്യ ഇവിടെ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് വളരെ മാതൃകാപരമാണ്. അഫ്ഗാൻ്റെ കാര്യത്തിൽ നമ്മൾ അഫ്ഗാന് ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ആ രാജ്യത്തെ സ്വന്തം കാലിൽ നിർത്താൻ എന്താണ് മാർഗം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിനും അവിടുത്തെ കൃഷി മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് ഗുണനിലവാരമുള്ള അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള വിത്തിനങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൽഹിയിൽ നടന്ന ഒരു ഉഭയകക്ഷി മീറ്റിംഗ് നമ്മുടെ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും അഫ്ഗാനിൽ നിന്ന് വന്ന കൃഷി ജലസേചന മന്ത്രി മൗലവി അതുള്ള ഒമരി ഇവർ രണ്ടുപേരും കൂടി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ചുള്ളൊരു പ്രഖ്യാപനം വന്നത്. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ ഗോതമ്പ്, ചോളം, ഉരുളക്കിഴങ്ങ് ഈ ഇനങ്ങളുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ സൗജന്യമായിട്ട് അഫ്ഗാന് കൊടുക്കും. എത്ര കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ അളവ് എത്രത്തോളം കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാലും വലിയ തോതിൽ 3-4 കൺസൈൻമെൻറ്റുകളായിട്ട് വലിയ ചരക്ക് ലോഡുകളായിട്ട് ഇത് കൊടുക്കുമെന്നാണ് അറിയുന്നത്. അവിടെയും കൊണ്ടും തീർന്നില്ല, ഇനിയും ചില പ്രതിസന്ധികൾ കൂടിയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ അഫ്ഗാനുമായിട്ട് കരമാർഗമാണ് ബന്ധപ്പെടാൻ എളുപ്പം. പാകിസ്ഥാൻ വഴി, അതായത് അട്ടാരി വാഗ അതിർത്തി വഴിയാണ് ചരക്ക് പോവുക. അപ്പോൾ ഇന്ത്യൻ അതിർത്തിയായ അട്ടാരി വരെ നമ്മുടെ ചരക്ക് ലോറികൾ എത്തിയിട്ട് അഫ്ഗാൻ്റെ ലോറികൾ ഇങ്ങോട്ടേക്ക് വന്ന് പാകിസ്ഥാനിലൂടെ കടന്നുപോയി അവരുടെ രാജ്യത്തേക്ക് കടക്കുക. ഇതായിരുന്നു ഒരു സാധാരണ ഒരു പ്രോട്ടോകോൾ രീതി, അതായിരുന്നു. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വാഹനങ്ങൾ പാകിസ്ഥാൻ മണ്ണിലേക്ക് അനുവദിക്കില്ല. പ്രത്യേകിച്ചിപ്പോൾ അഫ്ഗാനുമായിട്ട് പാകിസ്ഥാൻ സംഘർഷത്തിൽ ഏർപ്പെടുന്നുണ്ട്. അഫ്ഗാനെ ഇന്ത്യ തുറന്ന് പിന്തുണയ്ക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ആ വഴി അനുവദിക്കില്ല. പിന്നെ ഉള്ള മാർഗമെന്ന് പറയുന്നത് നമ്മുടെ ഇറാനിൽ ഇന്ത്യ ഒരു തുറമുഖം നിർമ്മിക്കുന്നുണ്ട്. ചബഹാർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ഭാഗത്ത് ചെന്നിട്ട് നമ്മുടെ കപ്പൽ എത്തിച്ച് അവിടെ നിന്ന് ചരക്ക് കൊണ്ടുപോകാം. പക്ഷേ അവിടെയും ഇപ്പോൾ ചബഹാർ പൂർണ്ണതോതിൽ സജ്ജമായിട്ടില്ല. ഒന്ന്, പിന്നെ അവിടെ ഇപ്പോഴത്തെ അന്തരീക്ഷം അറിയാമല്ലോ, യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു, അതും സാധ്യമല്ല. അപ്പോൾ ഇവിടെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നമ്മൾ വിമാനമാർഗം ഡൽഹി, അമൃത്സർ വിമാനത്താവളങ്ങളിൽ നിന്ന് നേരിട്ട് കാബൂളിലേക്ക് ചരക്ക് വിമാനങ്ങൾ വഴിയാണ് നമ്മൾ സാധനങ്ങൾ എത്തിക്കുക. അതേ ഉള്ളൂ ഇപ്പോൾ നിർവാഹമുള്ള ഏക പോസിബിൾ അതേ ഉള്ളൂ. ഇനി ഒരു പക്ഷേ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള മാനുഷിക പരിഗണനയുടെ പേരിൽ ഇപ്പോൾ അവിടെ ഭക്ഷ്യക്ഷാമം വലുതുണ്ട്. ആ മാനുഷിക പരിഗണനയുടെ പേരിൽ പാകിസ്ഥാൻ അവരുടെ റോഡ് മാർഗം അനുവദിച്ചു തന്നാൽ റോഡ് മാർഗവും എത്തിക്കാം. പക്ഷേ അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഫ്ഗാനിൽ മികച്ച വിളവ് സൃഷ്ടിച്ചെടുക്കുക, അവിടുത്തെ ജലസേചനം പദ്ധതികൾ മെച്ചപ്പെടുത്തുക, കൃഷി മെച്ചപ്പെടുത്തുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ ഇതിന് വേണ്ടിയിട്ട് ഒരു ജോയിൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പും രൂപീകരിച്ചിട്ടുണ്ട്. അതുപ്രകാരം അവിടെ കൃഷി മാത്രമല്ല, അവിടുത്തെ കന്നുകാലി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടും ഇന്ത്യയുടെ നമ്മുടെ ടെക്നോളജി ട്രാൻസ്ഫർ, നമ്മൾ ആ മേഖലയിൽ നമ്മൾ ആർജിച്ച സാങ്കേതിക വിദ്യകളും പരിജ്ഞാനവും അനുഭവ സമ്പത്തും എല്ലാം അവർക്ക് പകർന്നു കൊടുക്കുമെന്നുള്ളത് തീരുമാനമായിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ അഫ്ഗാനിസ്ഥാനിൽ ഒരു ഭരണകൂടം നിലവിൽ വന്നു, താലിബാനാണ് അതിൻ്റെ അണിയറയിലുള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നമ്മളിവരെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അനൗദ്യോഗികമായിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നല്ല നയതന്ത്ര ബന്ധമുണ്ട്. അവിടെ കോൺസുൽ ഓഫീസ് ഒക്കെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇനി നിലവിൽ എന്തുകൊണ്ട് നമ്മുടെ രാജ്യം ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഫ്ഗാൻ ജനതയിൽ 80% പേരും ഇപ്പോഴും ചെയ്യുന്നത് ഉപജീവനമാർഗ്ഗം അവരുടെ കൃഷിയാണ്. അപ്പോൾ രാജ്യത്തെ മെച്ചപ്പെടുത്തി എടുക്കണമെങ്കിൽ ഏക മാർഗ്ഗം അതേ ഉള്ളൂ, കൃഷി ചെയ്തേ പറ്റൂ. അപ്പോൾ ഒരു താൽക്കാലികമായൊരു സഹായം നൽകി അവരെ ഇങ്ങനെ എന്താ പറയുക, ഈ പ്ലാവില നൽകി നിർത്തുന്ന ആട്ടിൻപറ്റങ്ങളാക്കി നിർത്താതെ അവരെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യം ലക്ഷ്യമിടുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യ ഇക്കാര്യത്തിലുള്ള പ്രത്യേക താല്പര്യം എടുക്കുമെന്ന് ചോദിച്ചാൽ അതിനൊരു തന്ത്രപരമായൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ അഫ്ഗാൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവർക്ക് പാകിസ്ഥാനോടും ഒരു പരിധിവരെ ചൈനയോടും വലിയ എതിർപ്പുണ്ട്. കാരണം ചൈനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ വലിയ രീതിയിലുള്ള സമ്പത്തുകൾ, ധാതു സമ്പത്തുകളടക്കം മുതലാക്കുക എന്നുള്ളത്. ചൈന പാകിസ്ഥാനിൽ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് അഫ്ഗാനിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ വിശ്വാസത്തിലെടുത്തിരിക്കുന്നത് ഇന്ത്യയാണ്. മുമ്പ് നമുക്ക് നമ്മുടെ വിമാന റാഞ്ചൽ പോലെയുള്ള സംഗതികൾ ഉണ്ടായിരുന്ന നമുക്ക് അത്ര നല്ല അനുഭവമല്ല. പക്ഷെ നമ്മൾ കുറെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഫ്ഗാൻ എന്ന് പറയുന്നത് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ള സ്ഥലമാണ്. അപ്പോൾ സാംസ്കാരികമായിട്ട് ഇപ്പോഴും നമ്മൾ അടുത്തടുത്താണ്. അവിടെ ഇപ്പോഴും ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട് അഫ്ഗാനിൽ. അപ്പോൾ ആ രീതിയിൽ ഉള്ളൊരു അടുപ്പമുള്ള രാജ്യമാണ്. ഇനി ഇന്ത്യ ഒന്ന് പിൻവാങ്ങി നിന്നാൽ നേരത്തെ പറഞ്ഞ കക്ഷികളെല്ലാം കൂടി അഫ്ഗാനിൽ കുടിയേറും. പാകിസ്ഥാൻ ഇപ്പോൾ ശത്രുതയിലാണെങ്കിലും അവർ അഫ്ഗാനുമായിട്ട് ഒട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാലത്ത് ഈ താലിബാനും അഫ്ഗാനും ഒരേ ചേരിയായിരുന്നു, പിന്നീടാണ് മാറിയത്. കാര്യം അവിടെ അമേരിക്ക വന്നപ്പോൾ പാകിസ്ഥാൻ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടി വന്നു. അവർക്ക് അമേരിക്കൻ സൈന്യത്തിന് എല്ലാ പിന്തുണയും കൊടുത്ത് താലിബാനെ വേട്ടയാടാൻ പാകിസ്ഥാനാണ് ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ശത്രുതയായത്. അപ്പോൾ ഇനി ഇന്ത്യ അവിടെ ഇറങ്ങി കളിച്ചില്ലെങ്കിൽ അവിടെ പാകിസ്ഥാനും ചൈനയും താവളം അടിക്കും. അത് ശരിയല്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നത്. പിന്നെ മറ്റൊരു സാധ്യത കൂടിയുണ്ട്. നമുക്ക് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക്, ഇറാൻ, മിഡിൽ ഈസ്റ്റ് അങ്ങോട്ടേക്കൊക്കെ കടക്കാനായിട്ടുള്ള ഒരു റോഡ് മാർഗമുള്ള ഒരു വാതിലാണ് അഫ്ഗാൻ. അപ്പോൾ അഫ്ഗാനിലൂടെ നമുക്ക് ഇറാനിലോട്ടോ മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളിലോട്ടോ ചരക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ രീതിയിൽ അഫ്ഗാനെ നമ്മൾ പരിഗണിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള തന്ത്രപരമായ കാരണങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുക മാത്രമല്ല, അവരുടെ എന്താ പറയുക, അടിസ്ഥാനപരമായ പല കാര്യങ്ങൾക്കും ഇന്ത്യ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉദാഹരണം, ചെറിയ രാജ്യം, തീരെ ചെറുതൊന്നുമല്ല. അപ്പോൾ അവിടുത്തെ പല ആവശ്യങ്ങൾ ഇന്ത്യ നിറവേറ്റി കൊടുക്കുന്നത്. അവിടുത്തെ പാർലമെൻറ്റ് മന്ദിരം, അവിടെ ഒരു ഡാം ഇന്ത്യ പണിയുന്നുണ്ട്. സൽമാ ഡാം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ മറ്റൊരു പേര് ഇന്ത്യ അഫ്ഗാൻ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്ന് വരും. പിന്നെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ. അവിടെ ഈ പറയുന്ന ഇന്ത്യ എന്തുകൊണ്ട് ഡാം പണിയുന്നു എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനിലോട്ടുള്ള വെള്ളം ഒഴുക്ക് നിയന്ത്രിക്കാനും കൂടി ഉദ്ദേശിച്ചത്. അത് ഒരു രസകരമായൊരു സംഗതി കൂടിയാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, അവിടെ ഈ രീതിയിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യം അടക്കം മെച്ചപ്പെടുത്തിയിട്ടില്ല എങ്കിൽ വീണ്ടും ആ രാജ്യം ഭീകരവാദത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും പുറകെ പോകും. കാരണം ഉപജീവന മാർഗമില്ലാത്ത പലരുമാണ് ഈ ഭീകരവാദം കിട്ടുന്ന നക്കാപ്പിച്ചയുടെ പേരിൽ അതിൻ്റെ പുറകെ പോകുന്നു. അപ്പോൾ ആ രാജ്യത്തെ ജനാധിപത്യ രീതിയിലേക്ക്, ഇപ്പോഴും ജനാധിപത്യ രീതിയല്ല എങ്കിലും ഭാവിയിൽ ആ രീതിയിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെറും ഒരു കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയല്ല. അഫ്ഗാനിൽ എന്തൊരു പ്രശ്നം ഉണ്ടായാലും ഫസ്റ്റ് റെസ്പോണ്ടർ, ആദ്യം പ്രതികരിക്കുന്ന രാജ്യം ഇപ്പോൾ ഇന്ത്യയാണ്. ഇപ്പോൾ അവിടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് 50,000 മെട്രിക് ടൺ ഗോതമ്പാണ് അവിടുത്തെ ഭക്ഷ്യപ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഇന്ത്യ എത്തിച്ചു കൊടുത്തത്. അത് നേരിട്ടല്ല, നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം അതിലൂടെ ഇന്ത്യ എത്തിച്ചു കൊടുത്തു. പിന്നെ അത് മാത്രമല്ല, ഒരു 2000 ടൺ മരുന്ന്, അത് ജീവൻ രക്ഷാ മരുന്നുകളുണ്ട്, വാക്സിനുകളുണ്ട്. അതും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള BCG, മറ്റേ ടെറ്റനസ്, ഡിഫ്തീരിയ തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനുകളൊക്കെ ഇന്ത്യ എത്തിച്ച് നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഭൂകമ്പം ഉണ്ടായ സമയത്ത് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്പിളിയും ടെൻറ്റുകളും ഒക്കെ ഇന്ത്യ എത്തിച്ച് നൽകിയിരുന്നു. പിന്നെ ഈ രീതിയിൽ ഏതായാലും ഇനി പാകിസ്ഥാൻ്റെ നിലപാട് കൂടിയാണ് അറിയേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഫ്ഗാനിലോട്ട് ഇന്ത്യ ഈ രീതിയിൽ സാധനങ്ങൾ എത്തിക്കുന്നതിന് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ അനുമതി തരും എന്ന് നമുക്ക് തൽക്കാലം പ്രതീക്ഷിക്കേണ്ടതില്ല.
അപ്പോൾ ഇനി നമ്മുടെ ഒരു സാധ്യത ഈ ചബഹർ എന്ന് പറയുന്ന ആ തുറമുഖം എത്രയും പെട്ടെന്ന് സജ്ജമാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഫ്ഗാനുമായിട്ടുള്ള ഇടപാടുകൾ പൂർണ്ണതോതിലാക്കും. പക്ഷെ നിലവിൽ അവിടെ അമേരിക്ക ഇറാൻ സംഘർഷം നടക്കുന്നത് കൊണ്ട് ഈ ചബഹർ തുറമുഖത്തിന് കാര്യമായ ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അപ്പോൾ ആദ്യം ഈ ചബഹറിൻ്റെ പേരിലുള്ള അമേരിക്കയുടെ മറ്റേ ഉപരോധം പിൻവലിച്ച് കിട്ടണം. അപ്പോൾ അത് ഒരു പക്ഷേ സാധ്യമായേക്കും. ഇന്ത്യ അമേരിക്ക ചർച്ചകൾ വലിയ രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ നിലവിലെ യുദ്ധ സാഹചര്യത്തിന് ഒരു പര്യവസാനം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം ഇന്ത്യയുടെ ചരക്ക് നീക്കം വളരെ സുഗമമായിട്ട് അവിടെ നടക്കും. അപ്പോൾ ഈ ചബഹർ തുറമുഖം സെറ്റാക്കുമ്പോൾ നമ്മൾ പൊതുവേ കരുതും ഇറാൻ ഒരു എണ്ണ ഉൽപ്പാദക രാജ്യമാണല്ലോ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എണ്ണയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ചബഹർ തുറമുഖം ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളതല്ല, ചരക്ക് നീക്കം മാത്രമാണ്. ഇന്ത്യ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം ആ ചബഹർ തുറമുഖം വഴി ചരക്ക് നീക്കം സാധ്യമാകുകയാണെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോട്ടുള്ള ചരക്ക് നീക്കം മറ്റ് മാർഗങ്ങളെ അപേക്ഷിച്ച് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇന്ത്യക്ക് സാധ്യമാക്കുകയും ചെയ്യാം. അപ്പോൾ അതിനോടൊക്കെ മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഇതിനെ ഈ നീക്കത്തെ കണക്കാക്കാം.